ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വന്ന് ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തു. ഇനി അടുത്ത ഓരോ ജോലികളിലേക്ക് പോകാം. മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസ് മാറാനായിട്ട് വെച്ച്. ചൂര കട്ട് ചെയ്തതായിരുന്നു കിട്ടിയത്. ഒരു അവിയൽ വെക്കാനുള്ള മലക്കറി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി അരച്ച് ഇട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ റെഡിയാവട്ടെ. ഉമ്മായും അനിയത്തിയുടെ മോനും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. നമുക്ക് ആരെങ്കിലും കൂടെ ഉള്ള ഒരു സന്തോഷമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ. പാലെടുപ്പ് വെച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ള പാൽ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അതിനെ ഞാൻ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. 2 ദിവസത്തേക്ക് കേടൊന്നും ആകത്തില്ല. നിങ്ങളാരെങ്കിലും അങ്ങനെ വെക്കുന്നവരുണ്ടോ? ഫ്രിഡ്ജിൽ നിന്ന് നാളെ പാലെടുക്കുമ്പോഴേക്കും അതിൽ നല്ല കട്ടി നെയ്യ് നിൽക്കും. അതിനെ കോരി വേറൊരു ഡപ്പയിലാക്കി മാറ്റും. അത് പിന്നെ ഞാൻ ഉരുക്കി നെയ്യാക്കി എടുക്കും. നെയ്യ് ഉരുക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ. നമ്മൾ നെയ്യ് ഞാനങ്ങനെ വെളിയിൽ നിന്ന് മേടിപ്പേ ഇല്ല. ഈ പാലിൽ നിന്ന് എടുത്ത് വയ്ക്കുന്നത് ഉരുക്കി എടുക്കുന്നത് തന്നെ. ഇതിനിടയ്ക്ക് ദോശയായിരുന്നു രാവിലത്തെ കാപ്പി, അതെല്ലാം ചുട്ട് എടുക്കുന്നുണ്ട്. ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അരി വെന്തത് ഊറ്റി ചോറൊന്നും വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. രാത്രി തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് വയ്ക്കുന്നതാണ്. നമുക്കിവിടെ അടുപ്പില്ല, അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞാനും കൈ മാത്രമേ ഉള്ളെങ്കിൽ കുക്കറിലിട്ട് ഞാനങ്ങ് ചോറ് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വലിയൊരു പാടാണ്. കുറേ ദിവസമായി വോയിസ് ഇട്ട് വീഡിയോ ഇട്ടിട്ട് എന്നും വിചാരിക്കും വോയിസ് ഇടണം, ഷോർട്സ് എങ്കിലും വോയിസ് ഇട്ടിടണമെന്ന് വിചാരിക്കും. പിന്നെയും അങ്ങ് മടിക്കും. ഇന്ന് നല്ല പനിയും ജലദോഷം ഉള്ളപ്പോഴാണ് വോയിസ് കൊടുക്കുന്നത്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മീനിൻ്റെ കറിയുടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ച് മീനിട്ട് കൊടുക്കാം. മീൻ കറി വയ്ക്കുന്നത് ഞാൻ കൂടുതൽ പറയുന്നത് ഞാൻ വേറെ വീഡിയോയിലെല്ലാം ഇട്ടിട്ടുണ്ട്, വിശദമായിട്ട് പറഞ്ഞിട്ടിട്ടുണ്ട്. കൂടുതൽ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് മീൻ കറി റെസിപ്പിയുടെ വീണ്ടും പറയാനത്. ഇവിടെ കൂടുതൽ മുളക് കറിയാണ് വയ്ക്കുന്നത്. പാപ്പായ്ക്ക് മുളക് കറി അത്ര ഇഷ്ടമല്ല, എരിയും വേണ്ട. അതുകൊണ്ട് ഇച്ചിരി തേങ്ങ അരച്ച് കുറച്ച് മീനെടുത്ത് ഞാൻ തേങ്ങാക്കറി വെച്ചിട്ടുണ്ട്. ചോറും കറികളും കാപ്പിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഷോപ്പിലേക്ക് പോകണം. ഇപ്പോൾ 8 മണിയായി. 9 മണിയാകുമ്പോൾ ഷോപ്പിലെത്തണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.